السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: مثل أهل بيتي فيكم كسفينة نوح، من ركبها نجا ومن تخلف عنها هلك، أو كما قال رسول الله صلى الله عليه وسلم. يا أهل بيت رسول الله حبكم فرض من الله في القرآن أنزله، كفاكم من عظيم القدر أنكم من لم يصل عليكم لا صلاة له. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അൽമദീന കൂട്ടായ്മയിലെ വന്യരായ സാദാത്തുക്കളെ, ഗുരു ശ്രേഷ്ഠന്മാരെ, ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 1 മുതൽ 30 വരെ നടക്കുന്ന സ്നേഹമാണ് നബി എന്ന പ്രമേയത്തിന് കീഴിൽ ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നടക്കുന്ന മീലാദ് ക്യാമ്പയിനിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഗത്ഭരായ ഉസ്താദുമാർ നമ്മളോട് സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ സമാപനത്തിനോടടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അഹ്ലുബൈത്തും അവരുടെ പദവികളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഈയുള്ളവനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതൊക്കെയും പൂർണ്ണമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിലൂടെ യഥാർത്ഥ വിജയികളായി തീരാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നബിയെ, അങ്ങേക്ക് നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. അങ്ങേക്ക് നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. ഈ ആയത്തിന് മഹാന്മാരായ മുഫസ്സിറുകൾ പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു അർത്ഥമാണ് ഇന്നാ അഅ്തൈനാക, നബിയെ നാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ ഖൈറുൻ കസീറുൻ, ധാരാളം അനുഗ്രഹങ്ങൾ നാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. നബുവത്തും റിസാലത്തും ഒക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സന്താന വർദ്ധനവ്. ഖിയാമത്ത് നാൾ വരെ ആ ശറഫായ പരമ്പര ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളോടായി പറഞ്ഞിട്ടുണ്ട്: തസവ്വജുൽ വലൂദൽ വദൂദ, നിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുക. ഇന്നി മുകാസിറു ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ, നിങ്ങളുടെ സന്താന വർദ്ധനവുകൾ കൊണ്ട് ഞാൻ ഖിയാമത്ത് നാളിൽ മറ്റുമ്മത്തുകൾക്ക് മുന്നിൽ അഭിമാനം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയത് 7 മക്കളെയാണ്. 4 പെണ്ണും 3 ആണും. ഈ മക്കളൊക്കെ ചെറുപ്രായത്തിൽ ലോകത്തോട് വിട പറഞ്ഞു. ആൺമക്കളായ കാസിം റളിയല്ലാഹു അൻഹു, അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം ചെറുപ്രായത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ
ശത്രുക്കളിൽപ്പെട്ട ആസ് ബിൻ വാഹിൽ എന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, കദിങ്കത്ത് അനസ്ലുഹു ഫഹുവ അബ്തർ. ഇദ്ദേഹം പാരമ്പര്യം മുറിഞ്ഞയാളാണ്, ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ മരണപ്പെട്ടു പോയി, ഇദ്ദേഹം പാരമ്പര്യം മുറിഞ്ഞ ആളാണെന്ന് പറഞ്ഞു പരത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ വിഷമമുണ്ടായി. അപ്പോഴാണ് ഈ ആയത്ത് സമാശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കിയത്, ഇന്ന അഅ്തൈനാകൽ കൗസർ, നബിയെ നാം അങ്ങേക്ക് കൗസർ നൽകിയിരിക്കുന്നു എന്ന്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ അങ്ങേക്ക് പാരമ്പര്യം നഷ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആസ് ബിൻ വാഹിലുണ്ടല്ലോ, ഹുവൽ അബ്തർ, അവനാണ് പാരമ്പര്യം നഷ്ടപ്പെട്ടവൻ. അവൻ്റെ പാരമ്പര്യം നഷ്ടപ്പെടുകയും അവൻ ചരിത്രത്തിൽ ഒരിടമില്ലാത്ത വിധം അവൻ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും അപമാനിതനാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ പോലും സ്ഥാനമില്ലാത്ത രീതിയിൽ ആക്കുകയും ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല സന്താന പരമ്പര, ആ മഹത്തായ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തി കൊടുക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മഹദിയു മിൻ ഇത്രത്തി ഔലാദി ഫാത്തിമ. നാളെ ലോകത്ത് അക്രമങ്ങളും അരാജകത്വവും നീണാൽ വാഴുമ്പോൾ ലോകത്ത് നീതി കൊണ്ട് നിറയ്ക്കുന്നൊരു നീതിമാനായ ഒരു മഹാൻ കടന്നു വരുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മഹാനായ മഹദി ഇമാം റളിയല്ലാഹു തആല അൻഹു നാളെ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈ ലോകത്തോട്ടിലേക്ക് കടന്നു വരുന്ന മഹാനായ മഹദി ഇമാം റളിയല്ലാഹു തആല അൻഹു എൻ്റെ മകൾ ഫാത്തിമയുടെ സന്താന പരമ്പരയിൽ പെട്ടവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം. എന്നാൽ ഇന്ന് മുസ്ലിം നാമധാരികളായ ചില ആളുകൾ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര കർബല യുദ്ധത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അഹ്ലുബൈത്തിൽപ്പെട്ട മഹാന്മാരുമൊക്കെ ഷഹീദായതോടുകൂടി ലോകത്ത് അവസാനിച്ചു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇതൊക്കെയും പിഴച്ച വാദമാണെന്നും പിഴച്ച വിശ്വാസമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് ഹിദായത്ത് കാണിച്ചു തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൽ നിന്നും വിദൂരത്താകാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ അസ്അലുക്കും അലൈഹി അജ്റ. ഇതിന് പകരം ഞാനിതൊക്കെയും നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന് പകരം നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എൻ്റെ കുടുംബത്തിനോടുള്ള, എൻ്റെ അഹ്ലുബൈത്തിനോടുള്ള സ്നേഹമല്ലാതെ നിങ്ങളോട് ഞാൻ ഒന്നും പകരം ചോദിക്കുന്നില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു സ്വഹിബുൽ കശാഫ് സമഖ്ശരി ഇമാം റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നക്കൽ ചെയ്യുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ മാത്ത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത്ത ഷഹീദ. ആരെങ്കിലും മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനോടുള്ള സ്നേഹത്തോടുകൂടി ഹുബ്ബോടുകൂടി ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ ഷഹീദായി മരണപ്പെടുന്നതാണ്. തുടർന്ന് പറയുന്നു, വമൻ മാത്ത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത്ത മഗ്ഫൂറൻ ലഹു. ആരെങ്കിലും അഹ്ലുബൈത്തിനോടുള്ള ആലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആലിനോടുള്ള ഹുബ്ബിലായി മരണപ്പെട്ടാൽ മാത്ത മഗ്ഫൂറൻ ലഹു, അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടതായി അവൻ മരണപ്പെടുന്നതാണ്. വമൻ മാത്ത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത്ത തായിബ. ആരെങ്കിലും അഹ്ലുബൈത്തിനോടുള്ള മഹബത്തിലായി മരണപ്പെട്ടാൽ അവൻ തൗബ ചെയ്തവനായി മരണപ്പെടുന്നതാണ്. മാത്ത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത്ത മുഅ്മിനൻ മുസ്തഖ്ബിലൽ ഈമാൻ. ആരെങ്കിലും അഹ്ലുബൈത്തിനോടുള്ള മഹബത്തിലായി മരണപ്പെട്ടാൽ പൂർണ്ണമായ ഈമാനോടുകൂടി അവൻ മരണപ്പെട്ടവനാണ്. വബസ്സറഹു മലക്കുൽ മൗത്ത് ബിൽ ജന്നത്തി
മുങ്കറും നക്കീർ. മരണസമയത്ത് മലക്കുൽ മൗത്ത് ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കൊണ്ട് അവനെ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. മുങ്കർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ വരുമ്പോഴും അവനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, യുസഫു ഇലൽ ജന്നത്തി കമാ തുസഫുൽ അറൂസു ഇലാ ബൈത്തി സൗജി. അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും, അതുപോലെ പുതുമണവാളനെ വീട്ടിലേക്ക് ആനയിക്കപ്പെടുന്നത് പോലെ അവന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി തങ്ങൾ പറയുകയാണ്. ഫുത്തിഹ ലഹു ഖബറുഹു ബാബാനി ഇലൽ ജന്ന. അവൻ്റെ ഖബറിൽ സ്വർഗത്തിലേക്കുള്ള 2 വാതിലുകൾ തുറക്കപ്പെടുമെന്ന് മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ജഅലല്ലാഹു ഖബറഹു മസാറൽ മലായികത്തി റഹ്മത. അവൻ്റെ ഖബർ അങ്ങനെ മുത്തുനബിയുടെ കുടുംബത്തോടുള്ള മഹബത്തിലായി മരണപ്പെട്ടയാളുടെ ഖബർ റഹ്മത്തിൻ്റെ മലക്കുകൾ, റഹ്മത്തിൻ്റെ മലായികത്തുകൾ സന്ദർശിക്കുന്ന സ്ഥലമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത അല സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായി അവൻ മരണപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു പറയുന്നു, മാത അലാ ബഗ്ളി ആലി മുഹമ്മദിൻ ജാഅ യൗമൽ ഖിയാമത്തി മക്തൂബൻ ബൈന ഐനൈഹി ആയിസ മിൻ റഹ്മത്തില്ലാ. ആരെങ്കിലും മുഹമ്മദ് നബിയുടെ ആലിനോടുള്ള വെറുപ്പിലായി, അവരോടുള്ള ദേഷ്യത്തിലായി മരണപ്പെട്ടാൽ ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് അവൻ്റെ 2 കണ്ണുകൾക്കിടയിൽ ആയിസ മിൻ റഹ്മത്തില്ലാ, ഇവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നവനാണ്, റഹ്മത്തിൽ നിന്ന് ആശമുറിഞ്ഞവനാണെന്ന രീതിയിൽ എഴുതപ്പെട്ടതായി അവൻ ഖിയാമത്ത് നാളിൽ അവൻ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നു, മാത അലാ ബഗ്ളി ആലി മുഹമ്മദിൻ മാത കാഫിറ. ആരെങ്കിലും മുഹമ്മദ് നബിയുടെ ആലിനോടുള്ള വെറുപ്പിലായി മരണപ്പെട്ടാൽ അവൻ കാഫിറായി മരണപ്പെട്ടു പോകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. തുടർന്ന് അവസാനത്തിൽ അല്ലാഹു പറയുന്നു, മുത്തുനബി പറയുന്നു, മാത അലാ ബഗ്ളി ആലി മുഹമ്മദിൻ ലം യശം റായിഹത്തൽ ജന്ന. ആരെങ്കിലും മുഹമ്മദ് നബിയുടെ അഹലിനോടുള്ള ദേഷ്യത്തിലായി മരണപ്പെട്ടാൽ ലം യശം റായിഹത്തൽ ജന്ന, അവൻ സ്വർഗത്തിൻ്റെ വാസന പോലും അടിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവമാണ് അഹ്ലുബൈത്ത്, അവരോടുള്ള ബന്ധപ്പെടൽ, അവരോടുള്ള സ്നേഹം എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ മുത്തുനബി ആലിൻ നബിയുടെ മഹത്വങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ ഖറാബത്തുക ഹഉലാഇ അല്ലദീന വജബത് അലൈനാ മവദ്ദത്തുഹും. നമുക്ക് സ്നേഹിക്കൽ നിർബന്ധമായ അങ്ങയുടെ ഖറാബത്ത് ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അലിയുൻ വ ഫാത്തിമത്തു വബിനാഹുമ. അലിയും ഫാത്തിമയും അവർ രണ്ടുപേരുടെ മക്കളുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. ബനു ഹാഷിമിലും ബനു മുത്തലിബിലും പെട്ട എല്ലാ മുഅ്മിനീങ്ങളും ആലു നബിയിൽ പെടുമെങ്കിലും അവരിൽ ഏറ്റവും ശ്രേഷ്ഠയായവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ സദാത്തുന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹത്തുക്കളിലൂടെ ലോകത്തിലേക്ക് വ്യാപിച്ചതായ സാദാത്തു പരമ്പരകളാണ്. ഇങ്ങനെ ഹസനി ഹുസൈനി പാരമ്പര്യത്തിലുള്ള 300-ലേറെ കബീലകൾ ലോകത്തുണ്ടെന്നും അതിൽ 40-ലേറെ കബീലകൾ കേരളത്തിൽ, 40-ലേറെ കബീലകളിലായി 2 ലക്ഷത്തോളം സാദാത്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും താമസിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ സുൽത്താനുൽ ഔലിയ അശേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ വാപ്പയിലൂടെ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും ഉമ്മയിലൂടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും ചെന്നു ചേരുന്ന മഹത്തായ പരമ്പരയിൽപ്പെട്ടവരാണ്. മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ജിഫാഇ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ മഹത്തായ അഹ്ലുബൈത്ത് പരമ്പരയിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്തായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ മുത്തുനബിയുടെ അഹ്ലുബൈത്തിൽപ്പെട്ട മഹത്തായ ഒരു വ്യക്തിത്വമാണ്. അതുപോലെ ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കൾ മഹാനായ സയ്യിദ് സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ്.
അതുപോലെ നമ്മുടെ കേരളക്കരയിൽ കടന്നു വന്ന മഹാനായ മമ്പുറം തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആത്മീയ അധ്യക്ഷന്മാരായിരുന്ന പല മഹത്തുക്കളും അഹ്ലുബൈത്തിൽപ്പെട്ട ഉന്നതരായ മഹാന്മാരായിരുന്നു. അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തന്ന് ഈമാനോടുകൂടി ലോകത്ത് നിന്ന് മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃ പിതൃ പരമ്പരകൾ പരിശുദ്ധമാണ്. ലവലേശം ശിർക്ക് കലർന്നിട്ടില്ലാത്ത യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളായിരുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തുന്ന മഹത്തായ മാതൃ പിതൃ പരമ്പരകൾ. ആ പരമ്പരയിൽപ്പെട്ട ഒരാൾ പോലും ബിംബാരാധകരോ ബഹുദൈവാരാധകരോ ആയിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് വഹിച്ചുള്ള ആ പരമ്പര മുഴുവൻ പരിശുദ്ധമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ. ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽ നിന്നും കിനാന ഗോത്രത്തെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. മുസ്തഫ ഖുറൈശ മിൻ കിനാന. ആ കിനാന ഗോത്രത്തിൽ നിന്നും ഖുറൈശികളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. മുസ്തഫ ബനി ഹാഷിം മിൻ ഖുറൈശിൻ. ഖുറൈശികളിൽ നിന്നും ബനു ഹാഷിമിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. മുസ്തഫാനി മിൻ ബനി ഹാഷിമിൻ. ബനി ഹാഷിമിൽ നിന്നും അല്ലാഹു തആല എന്നെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ആ മഹത്തായ പരമ്പരയുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കാണാം. ഇതുപോലത്തെ ഹദീസുകൾ മനസ്സിലാക്കിയ മഹത്തായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇമാമുകൾ നമ്മെ പഠിപ്പിക്കുന്നു, മുത്തുനബിയുടെ മാതൃപിതൃ പരമ്പര മുഴുവൻ പരിശുദ്ധമാണ്. മുത്തുനബിയുടെ മാതാപിതാക്കളുടെ പരമ്പര പരിശുദ്ധമായതുപോലെ തന്നെ അവിടുത്തെ സന്താന പരമ്പരയും ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധമാണ്. ഈ അഹ്ലു ബൈത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. മഹാനായ സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന താരിഖും ഫീകും സഖലൈൻ അവ്വലുഹുമാ കിതാബുല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണ്. അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബാണ്, അതേ ഖുർആനാണ്. ഫിഹിൽ ഹുദാ വന്നൂർ. അതിൽ സന്മാർഗവും മാർഗദർശനവും പ്രകാശവുമുണ്ട്. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഹ്ലു ബൈത്തി, എൻ്റെ കുടുംബമാണ്. എന്നിട്ട് നബി തങ്ങൾ തുടർന്ന് പറഞ്ഞു, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ഖൈറുക്കും ലി അഹ്ലി മിൻ ബഅദി. എനിക്ക് ശേഷം എൻ്റെ അഹലിനോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ അഹ്ലു ബൈത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മസലു അഹ്ലി ബൈത്തി ഫീകും കസഫീനത്തി നൂഹ്. എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ ഉപമ, നിങ്ങളിലുള്ള എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ ഉപമ കസഫീനത്തി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. മൻ റക്കിബഹ നജാ. ആ കപ്പലിൽ കയറിയവരൊക്കെ രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹാ. ആ കപ്പലിൽ കയറാതെ പിന്തുനിന്നവർ, കപ്പലിൽ കയറാതെ മാറി നിന്നവരൊക്കെ പരാജയപ്പെട്ടു. അതുപോലെയാണ് അഹ്ലു ബൈത്ത്. അഹ്ലു ബൈത്തിനെ പിടിച്ചവരൊക്കെ രക്ഷപ്പെടും. അഹ്ലു ബൈത്തിനോടെതിരായി അവരോട് വെറുപ്പ് വെച്ച് അവരോട് എതിരായി നിൽക്കുന്നവരൊക്കെ പരാജയപ്പെടും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഹദീസുകൾ, അഹ്ലു ബൈത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ലഭിക്കുന്നതിന് കാരണമാണ്. മുത്തുനബിയുടെ സ്നേഹം ലഭിച്ചാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെട്ടാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുകയും അതിലൂടെ നമ്മൾ യഥാർത്ഥ ശാശ്വതമായ വിജയത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. നേരെ മറിച്ച് അഹ്ലു ബൈത്തിനോടുള്ള കോപം ആരെങ്കിലും ഉണ്ടാക്കിയാൽ, അഹ്ലു ബൈത്തിനോട് ആരെങ്കിലും കോപിച്ചാൽ, അവരോട് വെറുപ്പിലായാൽ
അവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുക്കുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ കോപമുണ്ടാവുകയും അവൻ ശാശ്വതമായ പരാജയത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബൽ ഹസന വൽ ഹുസൈന ഫഖദ് അഹബ്ബനി. ആരെങ്കിലും ഹസനെയും ഹുസൈനെയും ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടവനായി. വമൻ അബ്ഗളഹുമ, ആരെങ്കിലും അവർ രണ്ടുപേരെയും വെറുത്താൽ ഫഖദ് അബ്ഗളനി, അവൻ എന്നെ വെറുത്തവനായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അഹ്ലുബൈത്ത്. അവരോടുള്ള മഹബ്ബത്ത് നമ്മുടെ വിജയത്തിൻ്റെ നിദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുട്ടി ജനിച്ചാൽ, ഒരു കുട്ടി അറിയാറാവുന്ന പ്രായമാകുമ്പോൾ, കുട്ടി മനസ്സിലാക്കാറാവുന്ന പ്രായമാകുമ്പോൾ ഒരു കുട്ടിയെ 3 കാര്യങ്ങൾ പഠിപ്പിക്കൽ നിർബന്ധമാണ്. അതിൽ ഒന്നാമത്തേത് ഹുബ്ബ നബിയുക്കും, നിങ്ങളുടെ നബിയോടുള്ള മഹബ്ബത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ രണ്ടാമതായി പറഞ്ഞത് ഹുബ്ബ അഹ്ലു ബൈത്തിഹി, മുത്തുനബിയുടെ കുടുംബം, മുത്തുനബിയുടെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത് പറഞ്ഞത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ പ്രവാചകരോടും അവിടുത്തെ കുടുംബത്തോടുമുള്ള സ്നേഹം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്ത് കുട്ടികളെ വളർത്തണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ മനസ്സിലാക്കിയ മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമുമാർ രേഖപ്പെടുത്തുന്നത് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം അത് നമുക്ക് നിർബന്ധമാണ്, അത് നമുക്ക് വാജിബാണ്. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു പാടിയതുപോലെ, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാകും മിൻ അളീമിൽ ഖദ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു. അഹ്ലു ബൈത്തെ, നിങ്ങളോടുള്ള സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ്. ആരെങ്കിലും സ്വലാത്ത് നിസ്കരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. അത്രത്തോളം. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അത്തഹിയാത്തിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ മുത്തുനബിയുടെ ആലിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ അവൻ്റെ നിസ്കാരം ശരിയാവുകയില്ല. ഇങ്ങനെ മുത്തുനബിയുടെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് നമുക്ക് നിർബന്ധമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഹുബ്ബു ആലി മുഹമ്മദിൻ യൗമൻ ഖൈറും മിൻ ഇബാദത്തി സന. മഹാനായ തലവ ഉസ്താദ് പാടിയതുപോലെ, ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് തുല്യത 1 വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. ഒരു ദിവസം അവരെ മഹബ്ബത്ത് വയ്ക്കൽ 1 വർഷം ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്ന ശ്രേഷ്ഠതയേക്കാൾ കൂടുതലാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈമാൻ പൂർണ്ണമാവാൻ അവരോടുള്ള മഹബ്ബത്ത് നിർബന്ധമാണ്. അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്തില്ലെങ്കിൽ ആ കൽബുകളിൽ ഈമാൻ ഉണ്ടാവുകയില്ല. അതായത് ഈമാനുള്ളവർക്ക് അഹ്ലു ബൈത്തിനെ വെറുക്കാനോ അവരോട് എതിരാകാനോ കഴിയുകയും ഇല്ല. അപ്പോൾ അഹ്ലു ബൈത്തിനോട് വെറുപ്പ് വെക്കുന്നവർ, അവരോട് ദേഷ്യം വയ്ക്കുന്നവർ, അവർ ഈമാനില്ലാത്തവരാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒരു ആവലാതി ബോധിപ്പിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ഖുറൈശികൾ മൈൻഡ് ചെയ്യുന്നില്ല. അവർ അബ്ബാസ് റളിയല്ലാഹുവിനോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നാൽ അവർ ആ സംസാരം നിർത്തുന്നു. അങ്ങനെ ആ വിഷമം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട മുത്തുനബി ദേഷ്യപ്പെടുകയും അവിടുത്തെ മുഖം ചുവക്കുകയും എന്നിട്ട് മുത്തുനബി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യദ്ഖുലു ഖൽബു റജുലിൻ അൽ ഈമാനു ഹത്താ യുഹിബ്ബുക്കും ലില്ലാഹി വറസൂലിഹി. അള്ളാഹുവിൻ്റെ റസൂലിനും വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഈമാൻ കടക്കുകയില്ലെന്ന്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ മുത്തുനബി പറഞ്ഞു, ലാ യുഅ്മിനു അഹദുൻ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി. ഒരാളും പൂർണ്ണമായ മുഅ്മിനാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി, അവൻ്റെ നഫ്സിനേക്കാൾ അവൻ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും മുഅ്മിനാവുകയില്ല. തുടർന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വതകൂന ഇത്രതി അഹബ്ബ ഇലൈഹി മിൻ ഇത്രതിഹി, അവൻ്റെ കുടുംബത്തെക്കാൾ എൻ്റെ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വരെ അവൻ പൂർണ്ണമായി മുഅ്മിനാവുകയില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ കാണാം. അതുകൊണ്ട് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അതാണ് മഹാനായ തലവ ഉസ്താദ് തൻ്റെ അൽ മവാഹിബുൽ ജലിയിൽ പാടിയതുപോലെ, അവരോട് ഹുബില്ലാത്ത കൽബിലൊരിക്കലും ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലും, അത് ഹാക്കിമെന്നവരാൽ റിവായത്തുള്ളതാ, അതുപോലെ തന്നെ നസായിയും പങ്കുള്ളതാ. അപ്പോൾ നമ്മുടെ ഈമാൻ കാമിലാവാൻ, നമുക്ക് മുത്തുനബിയുടെ പൊരുത്തം കിട്ടാൻ, ഈമാൻ കാമിലായി ലോകത്തു നിന്നും വിട പറയാൻ, മുത്തുനബിയെയും അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബത്തെയും മഹബത്ത് വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് സാധ്യമല്ല. അഹ്ലുബൈത്തിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് മഹാനായ തലവ ഉസ്താദ് തൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിലൂടെ ഉസ്താദ് രേഖപ്പെടുത്തുന്നു, നബുവ്വത്തിൻ്റെ പ്രകാശമാണവരൊക്കെയും, അതു മങ്ങിയാൽ കൂരിരുളില നാമൊക്കെയും, അവരമ്പരത്തിൻ കൗകബൻ സയ്യാറ, അത് ഭൂമിയിൽ വസിക്കുന്നവർക്കൻവാറ, അവരസ്റഫുൽ ഖൽക്കിൻ്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടി വിടരുന്ന മുത്തും രത്നമാ. ഇങ്ങനെ മഹാന്മാരൊക്കെയും അഹ്ലുബൈത്തിനെ വല്ലാതെ മഹബത്ത് വെച്ചവരാണ്, അവരെ വല്ലാതെ സ്നേഹിച്ചവരാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അഹ്ലുബൈത്തിനെ സമീപിച്ച് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും അവരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വിജയം കൈവരിച്ചവരുമൊക്കെയാണ്. അതുകൊണ്ട് അവരുടെ പാത സ്വീകരിച്ച അഹ്ലുബൈത്തിനെ യഥാർത്ഥവണ്ണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മുത്തുനബിയുടെ സ്നേഹം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്നേഹിക്കാൻ നാമും തയ്യാറാവണം. മഹാനായ തങ്ങൾ ഉസ്താദ് രേഖപ്പെടുത്തുന്നു, സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ, സൂക്ഷിക്കുമേഴ് സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ, മൗത്തും ഖബറും നസ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്തിതേരും തന്നെ, ഫിർദൗസിലുണ്ടിത് ദൈലമീ വിവരിച്ചതാ, 44 റഷ്ഫത്തിലും കാണുന്നതാ. ഒരാൾ അഹ്ലുബൈത്തിനെ സ്നേഹിച്ചു വന്നാൽ, അഹ്ലുബൈത്തിനെ വല്ലാതെ സ്നേഹിച്ചാൽ, അവരെ മഹബത്ത് വെച്ചാൽ, ഒരു മനുഷ്യൻ പ്രധാനമായും വളരെ വിഷമം നേരിടുന്ന, വളരെ പ്രതിസന്ധി നേരിടുന്ന 7 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തും. മരണസമയത്തും ഖബറിലും, അതുപോലെ തന്നെ കിതാബ് ലഭിക്കുന്ന സമയത്തും, മീസാനിൽ നന്മതിന്മകൾ തൂക്കുന്ന സമയത്തും, ഹിസാബിൻ്റെ അവസരത്തിലും, സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന അവസരത്തിലും, ഇങ്ങനെ തുടങ്ങി അവൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലെല്ലാം അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുന്നതാണെന്ന് മഹാനവറുകൾ പറയുകയാണ്. അഹ്ലുബൈത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന ഒരു ചെറിയ ചരിത്ര സംഭവം കൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, വലിയ തഖ്വയുള്ള വലിയ മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ ജനങ്ങളോടൊപ്പം ഒട്ടകപ്പുറത്ത് ജനങ്ങളുടെ അകമ്പടിയോടുകൂടി നടന്നു പോകുന്ന അവസരത്തിൽ എതിർദിശയിൽ നിന്നും അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു സയ്യിദ്, യുവാവായ ഒരു സയ്യിദ് കടന്നു വന്നു. അദ്ദേഹം ലഹരിയിലായിരുന്നു, കള്ള് കുടിച്ച് ലഹരിയിൽ ഉള്ള അവസ്ഥയിലാണ് അദ്ദേഹം വന്നത്. ഇങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവും സംഘവും ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയും അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പരസ്യമായി ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. തങ്ങളായ എന്നോടൊപ്പം ആരുമില്ല, തങ്ങളല്ലാത്ത അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ആളുകൾ ഇങ്ങനെ കണ്ടപ്പോൾ അതിലുള്ള വിഷമം കൊണ്ട് പരസ്യമായി ആക്ഷേപിച്ചു. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പരസ്യമായി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ
പാപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കുകയും അത് അവിടെ നിന്ന് നിരോധിച്ചതിനെ നിരോധിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ നിന്ന് കാണിച്ചു തന്ന മാർഗമനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് എന്നോടൊപ്പം ഈ ജനങ്ങൾ ഇങ്ങനെ കൂടെയുള്ളത്. എന്നാൽ താങ്കൾ അങ്ങനെയല്ല, അങ്ങനത്തെ ജീവിതമല്ലാത്തത് കൊണ്ടാണ് താങ്കളോടൊപ്പം ആളില്ലാത്തതെന്ന് പരസ്യമായി പറഞ്ഞു. ജനങ്ങളുടെ മുന്നിൽ വെച്ച് ആ സയ്യിദായ യുവാവിനോട് പറഞ്ഞു. അന്ന് രാത്രി ഉറക്കത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സാധാരണ സന്തോഷത്തോടുകൂടി കണ്ടിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ ദിവസം മുത്തുനബി മുഖത്ത് സന്തോഷം കാണുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അദ്ദേഹം മുത്തുനബിയോട് ചോദിച്ചു, എന്ത് തെറ്റാണ് നബിയെ ഞാൻ ചെയ്തത്? എന്ത് തെറ്റാണങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ കാരണമായി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ നീ പരസ്യമായി ആക്ഷേപിച്ചില്ലേ? നിനക്ക് വേണമെങ്കിൽ ആ കുട്ടിയെ വിളിച്ച് രഹസ്യമായി ഉപദേശിക്കാമായിരുന്നില്ലേ? നീ പരസ്യമായി ആക്ഷേപിച്ചല്ലോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. പിറ്റേന്ന് രാവിലെ ഈ സയ്യിദായ യുവാവിനെ കണ്ട് പൊരുത്തപ്പെടിപ്പിക്കാനായി അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ സയ്യിദായ യുവാവും അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് കടന്നു വരികയാണ്. കാരണം എന്തേ? കഴിഞ്ഞ രാത്രിയിൽ ആ സയ്യിദും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. മുത്തുനബിയെ സ്വപ്നം കണ്ടപ്പോൾ മുത്തുനബിയോട് ഈ സയ്യിദ് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ എന്നെ പരസ്യമായി ആക്ഷേപിച്ചു എന്ന് പറയുകയും അപ്പോൾ മുത്തുനബി, ഞാൻ കാണിച്ചു തന്ന മാർഗത്തിൽ നിന്നും നീ വ്യതിചലിച്ച് സഞ്ചരിച്ചത് കൊണ്ടല്ലേ നിന്നെ അങ്ങനെ ആക്ഷേപിച്ചത് എന്ന് മുത്തുനബി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സയ്യിദായ യുവാവ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹുവിനെ കണ്ട് പൊരുത്തപ്പെടിപ്പിക്കാനായി കടന്നു വരികയും അങ്ങനെ അവർ തമ്മിൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി പരസ്പരം പൊരുത്തപ്പെടുകയും തൗബ ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാം. ഇതാണ് സയ്യിദന്മാരുടെ മഹത്വം. അവരിൽപ്പെട്ട ഒരു കുട്ടിയെയും നമ്മൾ കുഞ്ഞാക്കാൻ പാടില്ല, കൊച്ചാക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അഹ്ലുബൈത്തിൽപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, അവർ പണ്ഡിതന്മാരാണെങ്കിലും അല്ലെങ്കിലും, അവർ വെളുത്തവരാണെങ്കിലും കറുത്തവരാണെങ്കിലും, അവർ സമ്പന്നരാണെങ്കിലും സമ്പന്നരല്ലെങ്കിലും, ഇങ്ങനെ ഒരു അഹ്ലുബൈത്തിനെയും ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളെയും നമ്മൾ നിന്ദിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോടെതിരായാൽ നമ്മെ രക്ഷിക്കാൻ പിന്നെ ആരാണുള്ളത്? മുത്തുനബി നമ്മെ വെറുത്താൽ പിന്നെ നമ്മെ രക്ഷിക്കാൻ ആരാണുള്ളത്? അവിടുത്തെ ശഫാഅത്താണല്ലോ നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് സാദാത്തുക്കൾ, മുത്തുനബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട മഹത്തുക്കളായ സാദാത്തുക്കൾ, തങ്ങന്മാർ, അവർ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും ഏത് സംഘടനയുടെ ആളുകളാണെങ്കിലും അവരെയൊക്കെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും അവർക്ക് കിട്ടേണ്ടതായ അർഹമായ സ്ഥാനം കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അഹ്ലുബൈത്തിൽപ്പെട്ട സാദാത്യങ്ങൾ അവരെല്ലാവരും ആലിമീങ്ങളും എല്ലാവരും തഖ്വയുള്ളവരും ആകണമെന്നില്ലല്ലോ. അപ്പോൾ പലരും തെറ്റുകൾ ചെയ്യുന്നവരായി കാണുന്നു, പലവിധ തെറ്റുകൾ ചെയ്യുന്നവരായി കാണുന്നു. അവരോട് എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടതെന്ന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞത്, ഏതെങ്കിലും ഒരു രാജാവിൻ്റെ ചെരുപ്പിൻ്റെ കീഴിൽ ചെളി പറ്റി എന്ന് കരുതി ആ രാജാവിൻ്റെ രാജാധികാരത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുമോ? അതുപോലെയാണ് അഹ്ലുബൈത്ത് എന്നാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അവരുടെ മഹത്വം നമ്മൾ അംഗീകരിക്കണം. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്, അവർ പരിശുദ്ധരാണ്. അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, മനുഷ്യസഹജമായ തെറ്റുകൾ കാണുമ്പോൾ അവരെ പരസ്യമായി വിചാരണ ചെയ്യാനോ പരസ്യമായി ആക്ഷേപിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ അതിൻ്റെ പിന്നാലെ കൂടാനോ നമ്മൾ ശ്രമിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
നേരാംവണ്ണം അഹ്ലുബൈത്തിനെ സ്നേഹിക്കാനും അവരുടെ മഹബ്ബത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കാനും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പൊരുത്തപ്പെട്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി തീരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന നേരത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ പൂമുഖം ദർശിച്ചുകൊണ്ട് കാമിലായ ഈമാനോടുകൂടി ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് ഖൈറിൻ്റെ അഹ്ലുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് കലിമത്ത് തൗഹീദ് ചൊല്ലി ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ മുതൽ ആരംഭിക്കുന്ന പാരിത്രിക ലോകത്ത് അല്ലാഹു എല്ലാവിധ വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറാഫഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബിയുടെ ശഫാഅത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ദുആയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.